Hello, good morning. നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ നമ്മുടെ സിലബസിൽ വരുന്ന ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് അക്കോർഡിംഗ് ടു ക്യാരക്ടർ ഒക്യുപ്പൻസി ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ്. ഓക്കെ, ഈ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഓരോ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഓരോരോ ബ്രാഞ്ചസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം ഫസ്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ്. എല്ലാവരും ബിൽഡിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളിവിടെ ഇറങ്ങിയാൽ നമുക്ക് ഇഷ്ടം പോലെ ബിൽഡിങ്സ് ആണ്. അപ്പം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, എങ്കിലും നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റിയ കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഈസ് ബിൽറ്റ് വിത്ത് വോൾസ് ആൻഡ് റൂഫ്. ഓക്കെ, വോൾസും റൂഫും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറിന് നമുക്ക് ബിൽഡിംഗ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷൻ ആണ് എ സ്ട്രക്ചർ ഹാവിംഗ് വേരിയസ് കമ്പോണൻസ് ലൈക്ക് foundation, walls, columns, floors, windows, ventilators, stairs, lift and various types of surface finishes etc. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇതിന്, അതായത് നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ ബേസിൽ കൊടുക്കുന്ന സാധനമാണ് ഫൗണ്ടേഷൻ. പിന്നെ അതിൻ്റെ മുകളിൽ വോൾസ് കൺസ്ട്രക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഇടയ്ക്ക് കോളങ്ങൾ കൊടുക്കും, വെർട്ടിക്കൽ കോളങ്ങൾ കൊടുക്കും. പിന്നെന്താ, ഫ്ലോർസ് ഉണ്ട് അല്ലേ, ഓരോരോ ലെവലിൽ ഓരോരോ ഫ്ലോർസ് കാണും. പിന്നെ നമ്മൾ വിൻഡോസ് ഒക്കെ കൊടുക്കും അല്ലേ. പിന്നെ വെന്റിലേറ്റേഴ്സ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വെന്റിലേഷന് വേണ്ടിയിട്ട് വെന്റിലേറ്റേഴ്സ് കാണും. പിന്നെ സ്റ്റെയറുകൾ കാണും, ഇതുപോലെ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റെയറുകൾ കാണും. പിന്നെ ഒത്തിരി സ്റ്റെയർ ഒക്കെ കയറി പോകാൻ പാടുള്ള സ്ഥലങ്ങളിൽ, ഇച്ചിരി ഹൈ റൈസ് ബിൽഡിങ്ങുകളിലും ഒക്കെ എന്ത് കാണും, ഹോസ്പിറ്റലുകളിലൊക്കെ ആൾക്കാർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളിടത്തൊക്കെ ലിഫ്റ്റുകൾ കാണും അല്ലേ. പിന്നെ സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മേസണറി വെച്ചിട്ട് ഇതിനെ പ്ലാസ്റ്റർ ചെയ്യും, പിന്നെ പോയിന്റ് ചെയ്യും, പെയിന്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്? ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഒരു ഡെഫിനിഷൻ കാണാതെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തത് അക്കോർഡിംഗ് ടു നാഷണൽ ബിൽഡിംഗ് കോഡ്. നമുക്കൊരു നാഷണൽ ബിൽഡിംഗ് കോഡ് ഉണ്ട് ഇന്ത്യക്ക്. നാഷണൽ ബിൽഡിംഗ് കോഡ് ഉണ്ട്. അതനുസരിച്ചിട്ട് എ ബിൽഡിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എനി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഫോർ എനി പർപ്പസ് ആൻഡ് മെയ്ഡ് ഓഫ് എനി മെറ്റീരിയൽ. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറുകളെ, അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ആവാം, അതിനുവേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാ പാർട്ട് ഓഫ് സ്ട്രക്ചറും ഉണ്ടാകും. ഓക്കെ, അതായത് എവറി പാർട്ട് ഓഫ് സ്ട്രക്ചർ, നമ്മളിപ്പോൾ എല്ലാ എന്താണ്, കോളം കാണും, ബീം കാണും, സ്ലാബ് കാണും. ഓക്കെ, അപ്പം ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഒരു ഹ്യൂമൻ ഹാബിറ്റേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അതായത് മനുഷ്യന് താമസിക്കാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പം നാഷണൽ ബിൽഡിംഗ് കോഡ് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ആണ്, അത് ഏത് മെറ്റീരിയൽ കൊണ്ടും ഉണ്ടാക്കാം. ഓക്കെ, എവറി പാർട്ട് ഓഫ് സ്ട്രക്ചർ ഹ്യൂമൻ ഹാബിറ്റേറ്റ് ആയിട്ടാണോ അല്ലാതെയാണോ ഒക്കെ ഉണ്ടാക്കുന്നത്, അതിനെ നമുക്ക് ബിൽഡിംഗ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി അടുത്തത് നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രൊവൈഡ്സ് കോംപ്രഹെൻസീവ് ഗൈഡ് ലൈൻസ് ഫോർ റെഗുലേറ്റിംഗ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അക്രോസ് ദ കൺട്രി. അപ്പോൾ ഈ നാഷണൽ ബിൽഡിംഗ് കോഡാണ് നമുക്ക് എന്ത് തരുന്നത്? ഒരു ഗൈഡ് ലൈൻ തരുന്നത്. എന്തിനാ ഗൈഡ് ലൈൻ തരുന്നത്? നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അതിനെ റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ഇതിന് ഇത്ര അതെങ്ങനെ അതിന് എത്ര നമ്മൾ ഔട്ടറിലൊക്കെ എത്ര സ്പേസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മേജർ ഇലക്ട്രിക് ലൈനിൽ നിന്ന് എത്ര അകലത്തിലായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ റോഡിനടുത്തായിരിക്കില്ല, അല്ലെങ്കിൽ എക്സ്പാൻഷൻ റീജിയന് വെളിയിലായിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ നാഷണൽ ബിൽഡിംഗ് കോഡിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് റിഗാർഡിംഗ് റെഗുലേഷൻ. നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടണമെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ഒക്കെ വരച്ചിട്ട് പഞ്ചായത്തിലേക്ക് സാങ്ഷൻ കൊടുക്കും അല്ലേ, സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യം വേണം? പിന്നെ ഡെവലപ്മെൻറ്റ് കൺട്രോൾ റൂൾസ്, നമ്മുടെ ബിൽഡിങ്സിൻ്റെ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് അങ്ങനെയുള്ള കൺട്രോൾ റൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ജനറൽ ബിൽഡിംഗ് റിക്വയർമെൻറ്റ്, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്, ഇപ്പം നമ്മുടെ ജനറൽ റിക്വയർമെൻറ്റ്സ്, ഇപ്പോൾ അതിന് ഹാബിറ്റൻസിന് ഒരു ഫ്രീ ആയിട്ട് താമസിക്കത്തക്ക വിധത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഫയർ സേഫ്റ്റി, പിന്നെ സ്ട്രക്ചറൽ ഡിസൈന്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നാഷണൽ ബിൽഡിംഗ് കോഡിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡിനെ പറ്റി എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ 2016 വോളിയം 1 വോളിയം 2 ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുകയൊക്കെ ചെയ്യാം. ഇനിയും നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്
types of buildings according to character occupancy as per National Building Code. ഇത് നിങ്ങൾക്ക് essay question ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് ഇ, ഗ്രൂപ്പ് എഫ്, ഗ്രൂപ്പ് ജി, എച്ച്, ഐ, അത്ര 9 ഗ്രൂപ്പ്സ് ആയിട്ട് ഇതിൽ നമ്മൾ ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് എയിൽ വരുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്, ഗ്രൂപ്പ് ബിയിൽ വരുന്നത് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണ്, ഗ്രൂപ്പ് സിയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ്, ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് അസംബ്ലി ബിൽഡിംഗ്സ് ആണ്, ഗ്രൂപ്പ് ഇയിൽ വരുന്നത് ബിസിനസ് ബിൽഡിംഗ്, ഗ്രൂപ്പ് എഫിൽ മെർക്കൻറ്റൈൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് ജിയിൽ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് എച്ച് സ്റ്റോറേജ്, ഗ്രൂപ്പ് ഐ ഹസാഡസ് ബിൽഡിംഗ്. അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഓർഡറിൽ ഓർത്തിരിക്കാൻ ഞാൻ ചെറിയൊരു കോഡ്, എൻ്റെ ഒരു കോഡാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. REIA, റിയ എന്ന് എന്തെങ്കിലും ഓർക്കുക, അതിന് REIA, REIAB, റിയാബ് എന്ന് ഓർത്താലും വേണ്ടില്ല, REIAB, MISH, മിഷ്, റിയാബ് മിഷ് എന്ന് ഓർക്കുക. ഓക്കെ, REIAB മിഷ് അങ്ങനെ ഓർക്കുക. അപ്പൊ എന്താ? റെസിഡൻഷ്യൽ, എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അസംബ്ലി, ബിസിനസ്, മെർക്കൻറ്റൈൽ, ഇൻഡസ്ട്രിയൽ. അപ്പൊ ഈ ഐ മാറില്ല, ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രി എന്ന് ഓർക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രി. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവിടെ ആകുമ്പോൾ ഇൻഡസ്ട്രിയൽ ആണ്, അടുത്തത് സ്റ്റോറേജ്, പിന്നെ ഹസാഡസ്. അപ്പൊ ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ ഗ്രൂപ്പുകൾ ABCDFGHI വരെ എഴുതി കഴിഞ്ഞാൽ അതെല്ലാം ഏതൊക്കെ ബിൽഡിങ്സ് ആണെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, എന്നോട് നമ്മുടെ കോഡ് പറഞ്ഞേ, REIAB, റിയാബ് മിഷ്, MISH. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. വേറെ എന്തെങ്കിലും കോഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. വേറെ നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലും കോഡ് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ലതാണ്, നിങ്ങൾക്ക് അത് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പ് എയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഗ്രൂപ്പ് എ എന്തായിരുന്നു? ഓർത്ത് നോക്കിയേ, റെസിഡൻഷ്യൽ അല്ലെ. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? all those buildings in which sleeping accommodation is provided for residing permanently or temporary, with or without cooking or dining, or both facilities are termed as residential building. അപ്പം നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? നമുക്ക് ഉറങ്ങണം അല്ലേ, ഉറങ്ങാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്, സ്ലീപ്പിങ്ങിനുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ റിസൈഡ് ചെയ്യുന്നത് പെർമനന്റ് ആയിട്ട് റിസൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളാവാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാവാം. അവിടെ കുക്കിങ്ങിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൈനിങ്ങിലുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുക്കിങ്ങിനോ ഡൈനിങ്ങിനോ മാത്രമുള്ള ഫെസിലിറ്റീസേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ബിൽഡിങ്ങുകളെയാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ എന്തൊക്കെ വരും? അപ്പാർട്ട്മെന്റ് വരും അല്ലെ, ഫ്ലാറ്റുകൾ വരും, ബംഗ്ലാവുകൾ വരും, ഡോർമിറ്ററി, പ്രൈവറ്റ് ഹൗസ്, ഹോട്ടല്, ഹോസ്റ്റല്, കോട്ടേജ്, ഇതെല്ലാം എന്താ വരുന്നേ? ഹോട്ടൽസ് എല്ലാം ഇതിൽ എന്താ വരുന്നേ? ഹോസ്റ്റലുകൾ, ഇതെല്ലാം വരുന്നത് ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ്. ഓക്കെ, അപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ക്ലിയർ ആയല്ലോ. ഇനി ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളെ തന്നെ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പ്സ് നിങ്ങൾ പഠിക്കണേ. അതിനകത്ത് ആദ്യം വരുന്നതാണ് ലോഡ്ജിങ് ഹൗസസ്, അടുത്താണ് ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിംഗ്, അടുത്തത് ഡോർമിറ്ററീസ്, പിന്നെ ഫ്ലാറ്റ്സ്, ഹോട്ടൽ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കോഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലോഡ്ജിങ്, ഫാമിലി, ഡോർമിറ്ററി, ഫ്ലാറ്റ്, ഹോട്ടൽ, LFD FH എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓർത്തിരിക്കുക. അല്ലെ എല്ലാം നമുക്ക് എഴുതാൻ കിട്ടത്തില്ല, എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ മറന്നു പോകും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ കോഡൊക്കെ പറയുന്നത്. അപ്പൊ ആദ്യത്തേത് ലോഡ്ജിങ് ഹൗസസ്, അടുത്ത എന്താ? ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിംഗ്, അടുത്ത എന്താ? ഡോർമിറ്ററി, ഫ്ലാറ്റുകള്, ഹോട്ടലുകള്. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടിയല്ലോ. ഇനി അടുത്തത് ലോഡ്ജിങ് ഹൗസസിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പൊ ഈ ലോഡ്ജിങ് ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? They are group of buildings under same management. ഒരേ മാനേജ്മെന്റിന്റെ അണ്ടറിലുള്ള കാര്യങ്ങളാണ് എന്ത്? ഈ ലോഡ്ജിങ് ഹൗസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോഡ്ജിങ് ഹൗസിൽ എന്ത് കാണും? സെപ്പറേറ്റ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ കാണും ഫോർ നോട്ട് മോർ ദാൻ 15 person. അതായത് 15 പേരിൽ കൂടുതൽ അവിടെ പറ്റത്തില്ല. അവിടെ ഒരു 15 പേർക്ക് വരെ ലോഡ്ജ് ചെയ്യാൻ, താമസിക്കാനുള്ള ഫെസിലിറ്റീസ് കാണും. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രാൻസിയന്റ് അല്ലെങ്കിൽ പെർമനന്റ് ബേസിസിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. വന്ന് പോവുക അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അവിടെ താമസിക്കുക. അവിടെ ഡൈനിങ് ഫെസിലിറ്റീസ് കാണാം, കാണാണ്ടിരിക്കാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മുടെ ലോഡ്ജുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊക്കെ തന്നെയാണ് ഈ ലോഡ്ജിങ് ഹൗസസിൽ വരുന്നത്. അടുത്തതാണ്
1 or 2 family private dwelling. ഓക്കെ, ഇപ്പൊ ലോഡ്ജിങ് ഹൗസ് നമ്മൾ പഠിച്ചു. അടുത്തത് 1 or 2 family private dwelling. അപ്പൊ ഇവിടെ 1 or 2 family private dwelling എന്നാണ് അതിന്റെ പേര് അല്ലേ. അപ്പൊ occupied by members of a single family and has total accommodation not more than 20%. അപ്പൊ ഒരേ ഫാമിലിയുടെ അണ്ടറിൽ വരുന്ന ഒരു വീട് അല്ലെങ്കിൽ രണ്ട് വീട്. ഓക്കെ, അപ്പൊ അവിടെ 20 ആൾക്കാരിൽ കൂടാൻ പാടില്ല. അങ്ങനെയുള്ളതാണ് എന്ത് 1 or 2 family private dwelling എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ട്, സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ട്, റോ ഓഫ് ഹൗസസ് ഉണ്ട്, അപ്പാർട്ട്മെന്റ്സ് ഓർ ഫ്ലാറ്റ്സ് ഉണ്ട്, ഡ്യൂപ്ലെക്സ് ടൈപ്പ് അപ്പാർട്ട്മെന്റ് ഉണ്ട്, സ്കൈ സ്ക്രാപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനും നിങ്ങളൊരു കോഡ് ആക്കിക്കോണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഓർത്തിരിക്കൂല, ഒത്തിരി പേരുകൾ വരുന്നുണ്ട് ഇതിൽ. അപ്പം സിവിലുകാർക്ക് അറ്റ്ലീസ്റ്റ് ഫെമിലിയർ ആയിരിക്കും കുറച്ച്, ബാക്കിയുള്ളവർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം മാത്രം മതി ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒന്ന് കണക്ട് ചെയ്യുന്ന ഓർത്തിരിക്കുന്നത്? ഡിറ്റാച്ച്ഡ്, സെമി ഡിറ്റാച്ച്ഡ്, റോ ഓഫ് ഹൗസസ്, അപ്പാർട്ട്മെന്റ്സ്, പിന്നെ ഡ്യൂപ്ലെക്സ് ടൈപ്പ്, സ്കൈ സ്കാപ്പേഴ്സ്. അപ്പം DSRADS അങ്ങനെയല്ല ഓർക്കുക. എന്താ? ഡിറ്റാച്ച്ഡ് ഹൗസ്, സെമി ഡിറ്റാച്ച്ഡ്, റോ ഓഫ് ഹൗസസ്, അപ്പാർട്ട്മെന്റ്സ്, പിന്നെ ഡ്യൂപ്ലെക്സ് ടൈപ്പ്, സ്കൈ സ്കാപ്പർ. അങ്ങനെ വല്ലതും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ആദ്യത്തെ നമുക്ക് നോക്കാം എന്താണ് ഡിറ്റാച്ച്ഡ് ഹൗസ്. ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട് പോലെ, നമ്മുടെ സാധാരണ നമ്മളൊക്കെ താമസിക്കുന്ന മിക്ക വീടുകളും കേരളത്തിലൊക്കെ എന്താ, ഒരു വീട്, അതിന്റെ പുറത്ത് കുറച്ച് സ്ഥലം അല്ലെ. അപ്പൊ ഹൗസ് സറൗണ്ടഡ് ബൈ ഇറ്റ്സ് ഓൺ ലാൻഡ്, ഒരു വീട്, അതിന്റെ പുറത്ത് കുറച്ച് സ്ഥലം, അതിനാണ് ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിറ്റാച്ച്ഡ് ഹൗസ് എന്തിനാണ് നിർമ്മിക്കുന്നത്? കൺസിഡറിങ് ഇൻഡിവിജ്വൽ റിക്വയർമെന്റ്സ് ഓഫ് ഫാമിലി. ഇപ്പൊ നിങ്ങളൊക്കെ ഒരു വീട് പണിയാൻ പോവാണ്, നിങ്ങളുടെ റിക്വയർമെന്റ്സ് നോക്കുക അല്ലെ, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ റൂം പണിയുക അല്ലെ. ഇനി അടുത്ത് എന്താ? മാർജിൻസ് ആർ ലെഫ്റ്റ് ഓൺ സൈഡ്സ് ഫ്രണ്ട് ആൻഡ് റിയർ. ഫ്രണ്ടിൽ കുറച്ച് മുറ്റം കാണും, ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലം കാണും, സൈഡുകളിലും കുറച്ച് സ്ഥലം കാണും. ഇനിയും വേറെ എന്ത് അമ്യൂണിറ്റീസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈവറ്റ് ഗാർഡൻസ് വെക്കും. ഇനി വലിയ കുറച്ച് അത്യാവശ്യം എന്താ ചില വീടുകളൊക്കെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡിറ്റാച്ച്ഡ് ഹൗസ് പണിയുന്നത്. ഇനി എന്താ? ആപ്ലിക്കബിൾ അറ്റ് പ്ലേസസ് വെയർ ലാൻഡ് പ്രൈസസ് ആർ കമ്പാരിറ്റീവ്ലി ലോ. ഇപ്പൊ ഈ ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ് നമുക്ക് പണിയണമെങ്കിൽ ലാൻഡ് പ്രൈസ് ലോ ആയിട്ടുള്ള സ്ഥലത്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ എറണാകുളം ടൗണിലൊക്കെ പോയിട്ട് ഡിറ്റാച്ച്ഡ് ഹൗസ് പണിയാൻ പറ്റുമോ? ഇല്ല. എന്താ? അവിടെ ഭയങ്കര ലാൻഡിന് വില കൂടുതലല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതാണ് എന്ത് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിറ്റാച്ച്ഡ് ഹൗസിൽ വരുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തതാണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്. സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ അത്ര കോമൺ അല്ല. ഒരു കോമൺ ബൗണ്ടറി വോൾ കാണും. ഓക്കെ, ഇങ്ങനെ ഒരു കോമൺ ബൗണ്ടറി വോൾ ആണ് രണ്ട് വീടിനും കോമൺ ആയിട്ട്. അപ്പൊ കോമൺ ബൗണ്ടറി വോൾ ഇൻ ദ ഫോം ഓഫ് എ സ്ട്രക്ചറൽ ബാരിയർ, ഒരു ബാരിയർ പോലെ കാണും. അത് ഡിവൈഡ്സ് ആൻ ഇൻഡിപെൻഡന്റ് പ്ലോട്ട് ഇൻടു 2 യൂണിറ്റ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് പ്ലോട്ടിനെ 2 യൂണിറ്റ് ആക്കി മാറ്റും. അപ്പൊ ഇങ്ങനെ ഈ സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് കൊടുക്കുന്നത് കൊണ്ട് എന്ത് ഉപയോഗമാണ് ഉള്ളത്? നമുക്ക് എക്കണോമി അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 2 വോൾ പണിയേണ്ടടുത്താണ് 1 വോൾ പണിതിരിക്കുന്നത് അല്ലെ. പിന്നെ പല എക്സ്പെൻസുകളും ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തിന്റെ എക്സ്പെൻസുകളൊക്കെയാ? കോമൺ അമ്യൂണിറ്റീസിന്റെ എക്സ്പെൻസ് ഒക്കെ. അതായത് നമുക്ക് വാട്ടർ ലൈന് ചിലപ്പോൾ ഒരു പൈപ്പ് കണക്ഷൻ മതിയായിരിക്കും, ഇലക്ട്രിക് ലൈന് ഒരു സപ്ലൈ മതിയായിരിക്കും അല്ലെ, പിന്നെ ഡ്രെയിനേജ് ലൈന്, ഇങ്ങനെ കോമൺ അമ്യൂണിറ്റീസ് ഒക്കെ അവര് ഷെയർ ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്? സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ DS ലെ ഫസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? റോ ഓഫ് ഹൗസസ്. ഇപ്പൊ നമ്മുടെ ഈ മിക്കവാറും ന്യൂസിലൊക്കെ കാണും അല്ലെ, നമ്മുടെ എന്താ ഈ ടീ പ്ലാന്റേഷനിലൊക്കെ ഉള്ള തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരേ റോയിൽ അങ്ങനെ കുറെ വീടുകൾ കൊടുക്കും. ഓക്കെ, അപ്പം റോ ഓഫ് ഹൗസസ്. അപ്പൊ ഇവിടെ എന്താ? അക്കോമഡേഷൻ ടു ദ വർക്കേഴ്സ്, അതായത് അവരുടെ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ റോയിൽ വീട് പണിയുന്നത്. അപ്പം റോ ഓഫ് ഹൗസസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മിനിമം റിക്വയർമെന്റ്സേ കാണത്തുള്ളൂ, നമുക്ക് വലിയ റിക്വയർമെന്റ്സ് ഒന്നും നമുക്ക് കാണത്തില്ല. അതെന്ന് പറയുന്നത് സിംഗിൾ സ്റ്റോറീഡ് ആവാം, അല്ലെ 2 സ്റ്റോറീഡ് ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പം മോർ നെറ്റ് റെസിഡൻഷ്യൽ ഡെൻസിറ്റി, അതായത് ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് റോ ഓഫ് ഹൗസസ് വലിയ പ്രിഫർ ചെയ്യുന്നത് ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് അപ്പാർട്ട്മെന്റ്സ് ഓർ ഫ്ലാറ്റ്സ്. ഇപ്പൊ എല്ലാവർക്കും ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലായിടത്തും കോമൺ ആയി. അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് 3 to 10 സ്റ്റോറികൾ വരെ വരാം, അതിൽ കൂടുതലും വരും. ഇപ്പം അത്ര നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അതിൽ കൂടുതൽ സ്റ്റോറികളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. 3 to 10 സ്റ്റോറികൾ വരാം, അതിൽ കൂടുതൽ വരാം. അല്ലെങ്കിൽ പിന്നെന്താ? ആൻഡ് ഈച്ച് ഫ്ലോർ എ സ്റ്റോറി മേ അക്കോമഡേറ്റ് 2 to 6 ഫ്ലാറ്റ് ഓർ അപ്പാർട്ട്മെന്റ്. അപ്പോൾ ഓരോ സ്റ്റോറിയിലും 2 തൊട്ട് 6 വരെ അപ്പാർട്ട്മെന്റുകളുള്ള 3 to 10 സ്റ്റോറിയിൽ വരുന്നതിനാണ് നമ്മൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇത് നമ്മൾ ഒരുമാതിരി മേജർ സിറ്റിയിലെല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഗ്രോത്ത് അല്ലേ, വെർട്ടിക്കൽ ആയിട്ടാണ് ഗ്രോത്ത് ഇപ്പൊ, അത് കാരണം എല്ലാ മേജർ സിറ്റീസിലും നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ലാൻഡ് വേറെ കോമൺ അമ്യൂണിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഒക്യുപ്പൻസ് ഷെയർ ചെയ്യും അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു പാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് യാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായിരിക്കും, എല്ലാവരും കൂടെ ഷെയർ ചെയ്യും അല്ലെ. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോ സ്കോപ്പ് ഫോർ വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ. നമ്മൾ ഇത് പണിത് കഴിഞ്ഞാൽ പിന്നെ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ എക്സ്പാൻഷൻ ഇതിൽ പോസിബിൾ അല്ല. അതാണ് ഇതിന്റെ ഒരു എന്ത് ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ വീടൊന്ന് പൊളിച്ച് പണിയണം എന്ന് വിചാരിച്ചാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അതിനെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ എക്സ്പാൻഡ് ചെയ്യുക അല്ലേ. പക്ഷെ ഇവിടെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ എക്സ്പാൻഷന് സ്കോപ്പ് ഇല്ല. അതാണ് എന്ത്, അപ്പാർട്ട്മെന്റ് അല്ലെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താ, ഡ്യൂപ്ലെക്സ് ടൈപ്പ് അപ്പാർട്ട്മെന്റ്. ഈ ഡ്യൂപ്ലെക്സ് ടൈപ്പ് അപ്പാർട്ട്മെന്റ് കാണണമെങ്കിൽ നിങ്ങൾ കൊറിയൻ സീരീസ് നോക്കിയാൽ മതി. കൊറിയൻ സീരീസിലൊക്കെ മിക്കവാറും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാം. അതായത് നമുക്കൊരു റൂം കാണും, ആ റൂമിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് താഴെ ഒരു ഏരിയ മേളിലൊരു ഏരിയ, അതാണ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം റൂംസ് ഓൺ 2 അഡ്ജോയിനിങ് ഫ്ലോർ, 2 ഫ്ലോർ കാണും, അതിനായിട്ടായിരിക്കും റൂമിനെ നമ്മൾ വെച്ചേക്കുന്നത്. അതിനെ എന്ത് ചെയ്യും, ഒരു സ്റ്റെയർ കേസ് വെച്ച് കണക്ട് ചെയ്യും. 2 ലെവൽസിലായിട്ട്, സ്പ്ലിറ്റ് ലെവൽസ് ആയിരിക്കും. ഓക്കെ, റൂംസ് 2 ലെവൽസിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, നമുക്ക് പ്രൈവസിയും കിട്ടും, അത്യാവശ്യം എയറും ലൈറ്റും ഒക്കെ നന്നായിട്ട് കിട്ടും. വോൾസ് ഒക്കെ വന്നു കഴിയുമ്പോൾ എന്താ, എയറിന്റെ ലൈറ്റിന്റെ ഒക്കെ പാസേജിന് പ്രിവെൻഷൻ ഉണ്ടാവും. ഇവിടെ അങ്ങനല്ല, അതുകൊണ്ട് പ്രൈവസിയും കിട്ടും, എയറും ലൈറ്റും ഒക്കെ നന്നായിട്ട് കിട്ടും. ഈ ഡ്യൂപ്ലെക്സ് ടൈപ്പ് അപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. ഓക്കെ, ഇതില് ഇന്റേണൽ സ്പേസ് കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു അഡ്ജസന്റ് ലെവലിലോട്ട്, നമ്മളിപ്പോ 2 ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് പണിച്ച് അഡ്ജസന്റ് ലെവലിലോട്ട് പോകണേ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണം, നിങ്ങൾ ഡ്രോയിങ്ങിലൊക്കെ പഠിക്കും. ഓക്കെ, ഒരു സ്റ്റെപ്പിന് ഏകദേശം 10-25 സെന്റിമീറ്റർ 23 സെന്റിമീറ്റർ ഒക്കെ ഹൈറ്റ് വരും. ഓക്കെ, അല്ലെങ്കിൽ സോറി ഒരു 10-12 ഒരു റൈസ് എന്ന് പറയുന്നത് അറൗണ്ട്, ഓക്കെ, അപ്പൊ റൈസ് ഒക്കെ അറൗണ്ട് ഒരു 20 സെന്റിമീറ്റേഴ്സിന്റെ റേഞ്ചിൽ, 21, 22, 23 ആ റേഞ്ചിലാണ് വരുന്നത്. ഓരോ ബിൽഡിങ്ങിനും ഓരോ റൈസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ആ ഒരു റൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ, നമ്മുടെ സ്റ്റെയർ ഇല്ലേ, സ്റ്റെയറിന്റെ ഇങ്ങനെ വരുന്നതിനാണ് ഇതിന് റൈസ് എന്നാ പറയുന്നത്, ഇതിന് ട്രെഡ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു 25-24 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ ഇപ്പൊ ഒരു 2 നില മീൻസ് ഒരു 2 നില ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ 2 നില എന്ന് പറയത്തില്ല, ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട് ഫസ്റ്റ് ഫ്ലോറും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സ്റ്റെപ്പ് ഏകദേശം കയറേണ്ടി വരും. ഓക്കെ, കുറച്ചേറെ സ്റ്റെപ്പുകൾ കയറേണ്ടി വരും അല്ലെ. പക്ഷെ ആ ഒരു ബിൽഡിങ്ങിനെ നമ്മളൊരു ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടം വരെ കയറണേ നമുക്ക് ഒറ്റ ഫ്ലൈറ്റിൽ ഇവിടം വരെ കയറി ചെല്ലാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, നമുക്ക് അഡ്ജസ്റ്റന്റ് ലെവലിലോട്ട് ഹാഫ് ഹൈറ്റേ ഉള്ളൂ അല്ലെ, സീലിങ്ങിനും ഫ്ലോറിനും ഇടയിൽ ഹാഫ് ഹൈറ്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത്രയും സ്റ്റെയർ കയറേണ്ടി വരത്തില്ല. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് സ്കൈസ്കാപ്പേഴ്സ്. സ്കൈസ്കാപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഹൈ റൈസ് ബിൽഡിങ്സ് ഒക്കെ അല്ലെ, സ്കൈസ്കാപ്പേഴ്സ്, അതായത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങുകൾ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്കൈസ്കാപ്പേഴ്സിന്റെ ഒക്കെ ആവശ്യം വരുന്നത്, നമ്മുടെ ലാൻഡ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക അല്ലെ, നമുക്ക് ഒരാൾക്ക് ഒരു സ്ഥലം മേടിച്ച് അവിടെ വീട് വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്, അതായത് ലാൻഡിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളൊക്കെ എന്താണ് വളർന്നു വന്നത്. അതിനെ നമ്മൾ സ്കൈസ്കാപ്പേഴ്സ് ആണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, നമുക്ക് അത്യാവശ്യം സൺലൈറ്റും പ്യുവർ എയറും ഒക്കെ ഒക്യുപ്പൻസിന് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെന്താ, നമുക്ക് ലാൻഡിനെ കുറച്ചുകൂടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒത്തിരി മരങ്ങളൊന്നും വെട്ടാതെ ഒരിടത്ത് തന്നെ അല്ലേ എല്ലാവരും താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ലാൻഡിനെയൊക്കെ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ മെറ്റീരിയൽ ഒക്കെ ഒത്തിരി വേണ്ടി വരും ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത എന്താ, ഡോർമിറ്ററി. ഡോർമിറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലുകളൊക്കെ ഡോർമിറ്ററി പോലെ. ഓക്കെ, അപ്പം ഡോർമിറ്ററി എന്ന് പറയുമ്പോൾ എന്താ, ബിൽഡിംഗ് ഹാവിങ് ഗ്രൂപ്പ് സ്ലീപ്പിംഗ്, എല്ലാവരോടും ഒരുമിച്ച് ഉറങ്ങുന്ന സ്ഥലങ്ങളാണ്. അവിടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് വിത്ത് ഓർ വിത്തൗട്ട് ഡൈനിങ് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ജോയിന്റ് ഒക്യുപ്പൻസി ആണ്. ഇത് മാനേജ് ചെയ്യുന്നത് സിംഗിൾ മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ക്ലോസ്ലി അസോസിയേറ്റഡ് റൂംസ് ആയിരിക്കും. ഇതുപോലെ ഓരോരോ ബെർത്ത് ഒക്കെ പോലെ എന്താണ് ബെഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ ഡോർമിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡോർമിറ്ററി ക്ലിയർ ആയല്ലോ. അടുത്താണ് ഫ്ലാറ്റുകൾ. അപ്പൊ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫെമിലിയർ അല്ലേ. അപ്പൊ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലിവിംഗ് ക്വാർട്ടേഴ്സ് ഫോർ 2, 3 or more families living independent of each other with independent cooking facility. അപ്പോൾ ഓരോ ഫ്ലാറ്റിലും ഓരോ ആൾക്കാരായിരിക്കും, അവർക്ക് ഇൻഡിപെൻഡന്റ് ഫെസിലിറ്റീസ് ആയിരിക്കും, ഇൻഡിപെൻഡന്റ് കുക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണ് നമ്മൾ ഫ്ലാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹോട്ടൽ. ഹോട്ടൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, അതും ഒരു ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് അണ്ടർ സിംഗിൾ മാനേജ്മെന്റ് ആണ്. അതിൽ നമ്മൾ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ഓർ വിത്തൗട്ട് ഡൈനിങ് ഫെസിലിറ്റീസ് ഉള്ള ഹോട്ടലുകളുണ്ട്. ഓക്കെ,
ഇനി it is provided for hire to more than 15%. അതായത് 15 ആളുകളിൽ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് അത് ഹയർ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കിപ്പോൾ ഒരു റൂം ഒക്കെ എടുത്ത് താമസിക്കാൻ സാധിക്കും. അതിനാണ് എന്ത് പറയുന്നത്, ഹോട്ടൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ്. അപ്പം എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് എന്താ, all those buildings which are meant for education from എവിടെ നിന്നിട്ടാ, നഴ്സറി ടു യൂണിവേഴ്സിറ്റി are included in this group. അപ്പൊ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പണിയുന്ന ബിൽഡിങ്ങുകളാണ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. അത് ഗ്രൂപ്പ് ബി ആണ്. അപ്പൊ നമ്മൾ 6 കഴിഞ്ഞു ബിയിലോട്ട്, ഗ്രൂപ്പ് എ കഴിഞ്ഞ് ഗ്രൂപ്പ് ബിയിൽ കയറി. അപ്പൊ എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് ആണ്, മനസ്സിലായി. അപ്പൊ എഡ്യൂക്കേഷൻ ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ, സ്കൂളുകള്, കോളേജുകള്, യൂണിവേഴ്സിറ്റികള്, വേറെ എന്തെങ്കിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ എന്തിൽ വരും, എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് ഗ്രൂപ്പ് സി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. ഓക്കെ, അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, this group includes any building or part thereof which is used for the purpose such as medical, health, recovering health after illness, physical അല്ലെങ്കിൽ mental disease, care of infant or aged person, penal detention, etc. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാനൽ എന്നായിരിക്കത്തില്ല, പീനൽ എന്നായിരിക്കും. പീനൽ, PENAL ആണ്. ഒരു കറക്ഷൻ കൊടുക്കണേ, PENAL. ഓക്കെ, അപ്പം ഈ ബിൽഡിങ്ങുകളെ എന്തൊക്കെയാണ്, ഇപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞേ, നമ്മൾ ഈ അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് അല്ലെ, മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള മെയിൻ ബിൽഡിംഗ് എന്താ, ഹോസ്പിറ്റലുകൾ അല്ലെ, അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററുകള്, പിന്നെ റിക്കവറിങ് ഹെൽത്ത് ആഫ്റ്റർ ഇൽനെസ്. ഇപ്പൊ നമ്മൾ എന്താണ് ഈ മറ്റേണിറ്റി കെയർ ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഈ മറ്റേണിറ്റിക്കായിട്ട് കെയർ മാത്രം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെന്താ, ഫിസിക്കൽ ഓർ മെന്റൽ ഡിസീസ്. അപ്പൊ എന്തായാലും നമുക്കിപ്പോൾ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്, മെന്റൽ ഡിസീസിനുള്ള ഈ പാലിയേറ്റീവ് കെയർ സെന്ററുകൾ. ഓക്കെ, പിന്നെന്താ, കെയർ കൊടുക്കുന്ന ഇൻഫൻസിന് അല്ലെങ്കിൽ വലിയ കുട്ടികൾക്കൊക്കെ കെയർ കൊടുക്കുക, അല്ലെ ഏജ്ഡ് പേഴ്സൺസിനുള്ള ഓൾഡ് ഏജ് ഹോം, പിന്നെ പീനൽ ഡിറ്റൻഷൻ, ജയിലുകൾ, ഇതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിലാണ് വരുന്നത്. അപ്പൊ ഇവരും എന്ത് ചെയ്യും, നോർമലി പ്രൊവൈഡ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ കൊടുക്കും ഓക്യുപ്പൻസിന്. അപ്പൊ ഇതിനെ നമ്മൾ സിനെ 3 സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. HCP എന്ന് ഓർക്കുക, ഹോസ്പിറ്റൽ, കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ലൈക്ക് ഹോസ്പിറ്റൽ, എന്തൊക്കെയാ, ക്ലിനിക്കുകൾ. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ അണ്ടറിലായിരിക്കും, സിംഗിൾ മാനേജ്മെന്റിന്റെ അണ്ടറിലായിരിക്കും. ഇവിടെ ആളുകളെ താമസിപ്പിക്കും. ഹൗസിംഗ് പേഴ്സൺ സഫറിംഗ് ഫ്രം ഫിസിക്കൽ ലിമിറ്റേഷൻ such as health or age. അപ്പം ഫിസിക്കൽ ലിമിറ്റേഷൻ ഉള്ള ആൾക്കാരെ കിടത്തി ചികിത്സിക്കുന്ന സ്ഥലങ്ങളാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഓർഫനേജുകൾ വരുന്നത്. ഓക്കെ, ഓർഫനേജുകൾ, പിന്നെ ഓൾഡ് ഏജ് ഹോമുകൾ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള. ഓക്കെ, പിന്നെ കെയർ ഓഫ് പേഴ്സൺ സച്ച് ആസ് ചിൽഡ്രൻ, ഏജ്ഡ് പേഴ്സൺ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്താണ് പീനൽ, പെനാലിറ്റി പോലെ, അതായത് അവരെ ശിക്ഷിച്ച് അവിടെ താമസിപ്പിക്കുക. ആരൊക്കെയാ, ജയില്, പ്രിസണ്, പിന്നെ ചില മെന്റൽ ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. വയ്യാത്ത ആൾക്കാരെയൊക്കെ അവിടെ അവര് വെളിയിൽ വിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവരെ അവിടെ നിർത്തി താമസിപ്പിക്കുക. പിന്നെ ജയിലിലൊക്കെ ഉള്ള ആൾക്കാരെ വരെ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളതാണ് പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹൗസിംഗ് പേഴ്സൺസ് അണ്ടർ പീനൽ പർപ്പസ്. അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടാണ് അവരെ അവിടെ താമസിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട്. ഇനി അടുത്തതാണ് ഗ്രൂപ്പ് ഡി. ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ എന്താ, അസംബ്ലി ബിൽഡിങ്ങുകളാണ് ഗ്രൂപ്പ് ഡിയിൽ വരുന്നത്. ഓക്കെ, അസംബ്ലി എന്ന് പറയുമ്പോൾ എന്താ, ആൾക്കാർ അസംബിൾ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ this group includes any building or part of building where a group of people assemble ചെയ്യുക, അല്ലെ gather ചെയ്യുക. എന്തിനാ gather ചെയ്യുന്നത്, അമ്യൂസ്മെന്റ് പർപ്പസ്, സിനിമ പോലെ കാണാൻ, അല്ലെ റിക്രിയേഷൻ, സോഷ്യൽ, റിലീജിയസ്, പാട്രിയോട്ടിക്, സിമിലർ പർപ്പസ്. ഇപ്പൊ നമ്മളൊരു പാർട്ടി മീറ്റിംഗ് കൂടുക, അല്ലെ റിലീജിയസ് ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ, അല്ലെ ഒരു സോഷ്യൽ ഗെറ്റ് ടുഗദർ, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അസംബിൾ ചെയ്യുന്ന സ്ഥലങ്ങൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ അസംബിൾ ചെയ്യുന്ന സ്ഥലങ്ങൾ, തിയേറ്ററുകളുണ്ട് അല്ലെ, സിനിമ ഹാള്, മ്യൂസിയം ഉണ്ട്, ജിംനേഷ്യം ഉണ്ട്, പിന്നെ റെസ്റ്റോറന്റുകൾ, വർഷിപ്പ് പ്ലേസസ്, ഡാൻസ് ഹാൾ, ക്ലബ് റൂം, പാസഞ്ചർ സ്റ്റേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്, ഓപ്പൺ എയർ തിയേറ്റർ, സ്വിമ്മിംഗ് പൂൾ, ഇങ്ങനെ ഇതെല്ലാം എന്തിലാ വരുന്നത്, അസംബ്ലി ബിൽഡിങ്ങുകളിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ,
ഈ അസംബ്ലി ബിൽഡിങ്ങിനെ തന്നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഗ്രൂപ്പ് ഡി, അതായത് സബ് ഗ്രൂപ്പ് D1, D2, D3, D4, D5 എന്നാണ് തിരിച്ചേക്കുന്നത്. അപ്പൊ ഈ D1 ഉം D2 തമ്മിലൊരു സാമ്യമുണ്ട്, അതുപോലെ തന്നെ D3 ഉം D4 ഉം തമ്മിലുണ്ട്. ഓക്കെ, D5 എന്ന് പറയുമ്പോൾ ഇതിലൊന്നും ഇല്ലാത്തത്, അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. പിന്നെ 5 വരെ ഉണ്ടെന്ന് ഓർത്താൽ മതി, പേരൊന്നും അവർക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പൊ ഈ സബ് ഗ്രൂപ്പ് D1-ല് റേസ്ഡ് സ്റ്റേജ്, അതായത് നമുക്ക് സ്റ്റേജും കർട്ടനും ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിക്കൽ ആക്സസറീസ്, നമ്മുടെ തിയേറ്ററിൽ ഇപ്പം നമുക്ക് ഒരു മൂവി റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സസറീസ്. സീറ്റ്സ് ഓവർ 1000 person, 1000-ലധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ബിൽഡിങ്ങുകൾ. ഓക്കെ, വലിയ തിയേറ്ററുകളൊക്കെ അതിൽ വരാം. ഓക്കെ, ഇനി അടുത്തെന്താ, സബ് ഗ്രൂപ്പ് D2, ഒപ്പേറ ഹാളൊക്കെ ഇല്ലേ, വലിയ ഒത്തിരി ആൾക്കാരെ ഇതെടുക്കാൻ പറ്റുന്ന അതുപോലുള്ള സാധനങ്ങളാണ് സബ് ഗ്രൂപ്പ് D1-ൽ വരുന്നത്. അപ്പം സബ് ഗ്രൂപ്പ് D2 എന്ന് പറയുമ്പം ഈ സബ് ഗ്രൂപ്പ് D1-ന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. പക്ഷെ എന്താണ്, അതിൽ 1000-ൽ താഴെ ആൾക്കാരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി സബ് ഗ്രൂപ്പ് D3 എന്ന് പറയുമ്പോൾ എന്താ, ലോബി റൂംസ് ആൻഡ് അതർ സ്പേസസ് മീൻ ഫോർ അസംബ്ലി ഓഫ് മോർ ദാൻ 300 people. അപ്പൊ അവിടെ വിത്തൗട്ട് പെർമനന്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പെർമനന്റ് അല്ല. ഇപ്പം ഡാൻസ് ഹാളുകള്, ലൈബ്രറി, ലെക്ചർ ഹാള്, പാസഞ്ചർ ടെർമിനല്, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് സാധാരണ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് അല്ല, യൂസ്ഡ് ഫോർ ലെസ് ദാൻ 8 hours പെർ വീക്ക്. അപ്പോൾ ഒരു ആഴ്ചയിൽ 8 അവർ പോലും വർക്ക് ചെയ്യാത്ത ചില എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്സും ഈ സബ് ഗ്രൂപ്പ് D3-ൽ വരും. ഓക്കെ, അപ്പൊ ഇത്രയും ഇതെല്ലാം എഴുതിയില്ലേലും ഇതൊക്കെയൊന്ന് ഓർക്കുക. ഡാൻസ് ഹാള്, ലൈബ്രറി, വിത്തൗട്ട് പെർമനന്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതൊക്കെ ഓർക്കുക. അപ്പൊ ഈ സബ് ഗ്രൂപ്പ് D3-ൽ തന്നെ സബ് ഗ്രൂപ്പ് D4 പഠിക്കണമെങ്കിൽ ഈ സബ് ഗ്രൂപ്പ് D3-യുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. വിത്ത് കപ്പാസിറ്റി ലെസ് ദാൻ 300 person. ഇവിടെ 300-ൽ താഴെ ആൾക്കാരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഗ്രൂപ്പ് D5 എന്ന് പറയുമ്പോൾ എന്താ, എനി അസംബ്ലി ബിൽഡിംഗ്, അതായത് നമ്മൾ ഈ 4 എണ്ണം പറയാത്ത ബാക്കി വരുന്ന അസംബ്ലി ബിൽഡിങ്ങുകളാണ് സബ് ഗ്രൂപ്പ് D5-ൽ വരുന്നത്. ഇനി അടുത്തതാണ് ഗ്രൂപ്പ് ഇ, ബിസിനസ് ബിൽഡിംഗ്. അപ്പൊ ബിസിനസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് ബിൽഡിംഗ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പർപ്പസ് സച്ച് ആസ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ കീപ്പിംഗ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ് പർപ്പസ്. ഇപ്പൊ ഒരു ബാർബർ ബിസിനസ് ചെയ്യണം, അയാളുടെ ബാർബർ ഷോപ്പ് ഒരു ബിസിനസ് ബിൽഡിംഗ്, ഒരു ബ്യൂട്ടി പാർലർ അല്ലെ, അല്ലെങ്കിൽ ഒരു ലഞ്ച് കൗണ്ടർ. ഓക്കെ, സർവീസിങ് ലെസ് ദാൻ 100 people, അതാണ് ബിസിനസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ഡിസ്പെൻസറികൾ, ചെറിയ ക്ലിനിക്കുകൾ, ബാങ്ക്, സിറ്റി ഹാൾസ്, കോർട്ട് ഹാൾസ്, ലൈബ്രറീസ് ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരും. ലെസ് ദാൻ 100 people-നെ അക്കോമഡേറ്റ് ചെയ്യുന്ന ബിസിനസ് ബിൽഡിങ്ങുകൾ. ഓക്കെ, ഇനി അടുത്ത എന്താ, മെർക്കന്റൈൽ ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ മെർക്കന്റൈൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് മെർച്ചന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതിന്റെയാണ് മെർക്കന്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഷോപ്പുകള്, സ്റ്റോറുകള്, മാർക്കറ്റുകള്, ഓക്കെ, അത് എന്തിനാ അത് പ്രൊവൈഡ് ചെയ്യുന്നത്, സേഫ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുക അല്ലെ, അല്ലെ അത് ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ വിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് മെർക്കന്റൈൽ ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത്. ആ മെർക്കന്റൈൽ ബിൽഡിങ്ങുകളാണ് ഗ്രൂപ്പ് F-ൽ വരിക. അടുത്തതാണ് ഗ്രൂപ്പ് G, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. ഇപ്പൊ ഇൻഡസ്ട്രി അറിയാലോ, നമ്മളെല്ലാം ഇൻഡസ്ട്രീസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ, ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ ഇൻ വിച്ച് പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ആർ ഫാബ്രിക്കേറ്റഡ്. നമ്മൾ ഓരോരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങള്, അല്ലെങ്കിൽ അത് അസംബിൾ ചെയ്യുന്ന സ്ഥലങ്ങള്, അല്ലെങ്കിൽ അത് പ്രോസസ് ചെയ്യുന്ന സ്ഥലങ്ങളെയൊക്കെയാണ് നമ്മളെ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാ, ചില ലബോറട്ടറീസ്, നമ്മൾ ചില ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ലബോറട്ടറീസ്, പിന്നെ അസംബിൾ ചെയ്യുന്ന പ്ലാന്റുകള്, ലൗണ്ടറീസ് ചെയ്യുന്ന സ്ഥലങ്ങള്, ഗ്യാസ് പ്ലാന്റുകള്, പവർ പ്ലാന്റുകള്, റിഫൈനറീസ്, ഡയറീസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിൽ വരുന്നതാണ്. അടുത്ത എന്താണ്, അടുത്താണ് സ്റ്റോറേജ് ബിൽഡിങ്ങുകൾ. അപ്പൊ ഈ സ്റ്റോറേജ് ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്താ, ഒരു ബിൽഡിങ് സ്റ്റോറേജ് പർപ്പസിന് അല്ലെ ഷെൽട്ടറിംഗ് പർപ്പസിന് പ്രൊവൈഡ് ചെയ്യണം. അവിടെ തന്നെ സർവീസിങ്, പ്രോസസ്സിങ്, റിപ്പയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്റ്റോറേജ് ബിൽഡിംഗ് എന്ന് പറയാം. അപ്പൊ ഈ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ എന്തൊക്കെയായിരിക്കും, ഗുഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യും അല്ലെ, പിന്നെന്താ വെയർസ്, പിന്നെ മെർക്കൻഡൈസ്, വെഹിക്കിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ എന്ത് സ്റ്റോർ ചെയ്യില്ല, ഹൈലി കമ്പസ്റ്റബിൾ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യില്ല. ഇത് സ്റ്റോർ ചെയ്യുന്ന അടുത്തത് ഈ ഹൈലി കമ്പസ്റ്റബിൾ പ്രൊഡക്ട്സ് ഒക്കെ നെക്സ്റ്റ് ഗ്രൂപ്പ് ഐയിൽ വരുന്ന ഹസാഡസ് ബിൽഡിങ്സിലാണ് സ്റ്റോർ ചെയ്യുക. ഹസാഡസ് ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നില്ല. ഹസാഡസ് അല്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ ബിൽഡിങ്ങുകൾ സ്റ്റോർ ചെയ്യുക. നമ്മൾ വെയർ ഹൗസുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഫ്രൈറ്റ് ഡെപ്പോയ്, പിന്നെ ട്രാൻസിറ്റ് ഷെഡുകൾ, സ്റ്റോർ ഹൗസസ്, ഗ്യാരേജ്, ഹാങ്ങർ, ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ സിമെന്റ് സൈലോകൾ, അതൊക്കെ ഈ ഗ്രൂപ്പിലാണ് വരുന്നത്.
അപ്പം സ്റ്റോറേജ് ബിൽഡിംഗ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തതാണ് ഹസാഡസ് ബിൽഡിംഗ്. അപ്പൊ ഹസാഡസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹസാഡസ് ഐറ്റംസിന്റെ ഹാൻഡ്ലിംഗ് വരുന്നുണ്ട് അല്ലെ. അപ്പം ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ദോസ് ബിൽഡിംഗ് ഓർ സ്ട്രക്ചേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറേജ്, സ്റ്റോർ ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യുക, പിന്നെ മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുക ഓഫ് മെറ്റീരിയൽസ് വിച്ച് ആർ ലയബിൾ ടു ബേൺ ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങളുടെ സ്റ്റോറേജ്, ഹാൻഡിലിങ്, മാനുഫാക്ചർ, പ്രോസസ്സ് വിത്ത് എക്സ്ട്രീം റാപ്പിഡിറ്റി, മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ആൻഡ് പ്രൂവ് ഹസാർഡ്സ് ടു നമ്മുടെ ഹെൽത്തിന് ഹസാർഡ് ആണെന്ന് ഉറപ്പുള്ള സാധനങ്ങളുടെ മാനുഫാക്ചർ. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെ അതിനുള്ള ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ അതിന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സാധനങ്ങളെയാണ് ഹസാർഡസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാരണം ഹസാർഡ് ഉണ്ടാകാം? ഫയർ കാരണം ഹസാർഡ് ഉണ്ടാകാം. പിന്നെ എന്താ ഉണ്ടാകാം? പോയിസണസ് ഫ്യൂംസ് അല്ലെങ്കിൽ ഗ്യാസസ് കാരണം ഹസാർഡ് ഉണ്ടാകാം. നമ്മുടെ ഭോപ്പാൽ ട്രാജഡി ഒക്കെ എല്ലാവരും ഓർക്കുന്നില്ലേ? ഭോപ്പാൽ ട്രാജഡി, മീഥൈൽ ഐസോസയനേറ്റ്, അതുപോലെ പോയിസണസ് ഫ്യൂംസ്, ഗ്യാസസ് കാരണം, അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഉണ്ടാകും, പൊട്ടിത്തെറികൾ ഉണ്ടാകാം, ഇഗ്നീഷ്യൻസ് ഉണ്ടാകാം, തീയൊക്കെ കത്താം. ഓക്കെ, എക്സെട്ര ഫ്രം മെറ്റീരിയൽ സബ്ജക്ട് ടു വേരിയസ് ഓപ്പറേഷൻ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകാം. ബിൽഡിംഗ്സ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഗ്യാസസ് അണ്ടർ ഹൈ പ്രഷർ ഓർ ഫോർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ഹൈലി ഫ്ലെയിമബിൾ ലിക്വിഡ് ഓർ എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഫയർ വർക്ക്, ഇതൊക്കെ എന്താണ്? ഹസാർഡസ് ബിൽഡിങ്ങിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ NBCയുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ബിൽഡിംഗ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു essay ക്വസ്റ്റ്യൻ ആയിരിക്കും. മിക്കവാറും നിങ്ങൾക്ക് ഈ മോഡ്യൂളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഒരു 10-30 സ്ലൈഡിൽ ഇതിന്റെ മെയിൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ അതൊരു ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോഴും സിവിലുകാർക്കാണെങ്കിൽ പിന്നീടും ആവശ്യം വരും. സിവിലുകാർക്കെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് കോമൺ എക്സാംസ് ഒക്കെ ഉണ്ട് PSCക്കൊക്കെ. അപ്പൊ അതിനൊക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ബേസിക് സിവിലിൽ പഠിച്ച കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊന്ന് നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എനിക്ക് അയക്കും, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.